just learn some crazy facts about ancient Earth. ഒന്നാമത്തത് 75% ഭൂമിയിലെ ജീവൻ ഇല്ലാണ്ടാക്കിയ ഡൈനോസറുകളൊക്കെ കൊന്നൊടുക്കിയ ആ ആസ്ട്രോയിഡ് വാസ് ഇൻ ദ ബിഗ്ഗസ്റ്റ് റീസൺ ഓഫ് എ മാസ് എക്സ്റ്റിൻഷൻ. 186 million years ago, a group of volcanoes started erupting, which continued for 2 million years. This actually made 90% of the living form to go extinct. And രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ, there is theory that 3 million years ago, a bunch of asteroids actually shattered Earth's core. ആൻഡ് ഇവിടെ നിന്നാണ് ടെക്ടോണിക് പ്ലേറ്റ്സ് ഉണ്ടായതെന്ന്. ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് ഒന്നിന് താഴെ ഒന്നായി പോകുന്നതുകൊണ്ടും അവിടെ ഗ്രനേറ്റ്സ് ഫോം ആയിട്ട് അത് ഉയർന്നു വന്നതുകൊണ്ടുമാണ് കോണ്ടിനെന്റ്സ് ഉണ്ടായതെന്നും ഓഷനിൽ ഉണ്ടായിരുന്ന ലൈഫ് ഭൂമിയിലോട്ട് വന്നതെന്നും പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ദാറ്റ് മൈറ്റ് ബി റീസൺ, ആക്ച്വലി ആസ്ട്രോയിഡ് മൈറ്റ് ബി ദ റീസൺ ദാറ്റ് വി ആർ എക്സിസ്റ്റിംഗ്. ആൻഡ് മൂന്നാമത്തത്, ആൻഡ് ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ഫോർ മീ, ഒരു കാലം മുമ്പ്, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എവറിത്തിങ് വാസ് റെഡ് ഇൻ എർത്ത്, അതായത് ഓഷൻ, ലാൻഡ്, എവറിത്തിങ് വാസ് റെഡ്. എന്നിട്ട് റീസൺ എന്താണെന്ന് വെച്ചാൽ, പണ്ട് ലൈഫ് മൊത്തം ഓഷനിൽ ഉണ്ടായിരുന്ന കാലത്ത് അവിടുന്ന് ഫോം ചെയ്യുന്ന ഓക്സിജന് പുറത്ത് കിടക്കാൻ പറ്റില്ല. അപ്പോൾ അത് സ്റ്റാർട്ട്സ് റിയാക്ടിങ് വിത്ത് ദ അയൺ ആൻഡ് അതർ സബ്സ്റ്റൻസ് ഇൻ വാട്ടർ ആൻഡ് മേക്സ് റസ്റ്റ് വിച്ച് ഇസ് റെഡ്. ആൻഡ് അത് ഓഷൻ്റെ ഫ്ലോറിലോട്ട് വീഴും. ആൻഡ് ലേറ്റർ എങ്ങനെയും ഈ ഓക്സിജൻ ഒക്കെ ഭൂമിയിലോട്ട് കിടക്കുമ്പോൾ അത് അവിടെയുള്ള മെറ്റൽസ് ആയിട്ട് റിയാക്ട് ചെയ്ത് ദാറ്റ് ഓൾസോ സ്റ്റാർട്ട്സ് ഫോമിങ് റെഡ്. അതായത് ബേസിക്കലി എവറിത്തിങ് വാസ് റെഡ്. ഇപ്പോഴും നമുക്ക് ഈ ഓഷൻ്റെ സൈഡിലൊക്കെ റെഡ് സാൻഡ് സ്റ്റോൺസും റെഡ് സബ്സ്റ്റൻസും ഒക്കെ കാണാൻ പറ്റും. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദാറ്റ്. സോ ഐ ഹോപ്പ് ദീസ് വർ ന്യൂ ഇൻഫർമേഷൻസ് ഫോർ യു. ആൻഡ് ഇൻ ദി അതർ സൈഡ്, ദിസ് ഇസ് ദേവിക സൈനിങ് ഓഫ്.